Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Teresa's. This program is brought to you by Chixuto. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വിങ്സ്. സ്വയം വേദനിച്ചാലും മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കാൻ ചില മൗനങ്ങൾ പലപ്പോഴും നല്ലതാണ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അടുത്തറിയാമെന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. അടുത്തറിയാമെന്ന നമ്മുടെ പരിപാടിയിലേക്ക് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ലൂമ ലോയേഴ്സിലെ നിഖിൽ റാം സാറാണ്. ഹായ് സാർ. ഹലോ. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അടുത്തറിയാം. നാട്ടിലെവിടെയാണ് സാർ? നാട്ടിലെ കോട്ടയം. പഠിച്ചതൊക്കെ? പഠിച്ചത് ഡിഗ്രി പഠിച്ചത് ലോ കോളേജ് ട്രിവാൻഡ്രം, ഗവൺമെൻറ് ലോ കോളേജ്. അത് കഴിഞ്ഞ് പിന്നെ ഓസ്ട്രേലിയയിലോട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അല്ലേ? അതെ, 2013 ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു. സ്റ്റുഡൻറ്റ് വിസയിൽ 2 മാസ്റ്റേഴ്സ് ചെയ്തു. മാസ്റ്റേഴ്സ് ഇൻ ഹ്യൂമൻ റൈറ്റ്സും മാസ്റ്റർ ഓഫ് കൊമേഴ്ഷ്യൽ ലോയിലും 2 മാസ്റ്റേഴ്സ് ചെയ്തു. അതിനുശേഷം മറ്റ് ലോ ഡിഗ്രി സംബന്ധമായ കാര്യങ്ങൾ ഫർദർ സ്റ്റഡീസ് ചെയ്തു. അതിനുശേഷം പ്രൈവറ്റ് ഫേംസിൽ വർക്ക് ചെയ്തു. പിന്നീട് ഗവൺമെൻറ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഫേംസിൽ വർക്ക് ചെയ്തു. പിന്നീട് ഇപ്പോൾ സ്വന്തം ലോ ഫേം റൺ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ലോയർ എന്നൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് ഒരു കാരണം? ഞാൻ എൻജിനീയറിംഗ് ആണ് ആദ്യം ചൂസ് ചെയ്ത പ്രൊഫഷൻ. അത് ഞാനൊരു 3 വർഷത്തിന് ശേഷം ഞാൻ ഡ്രോപ്പ് ഔട്ടായിപ്പോയി. ഡ്രോപ്പ് ഔട്ടായതിനു ശേഷം അന്ന് എനിക്ക് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു, മറ്റൊരു പ്രൊഫഷൻ എടുക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ വേറൊരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലോ പഠിക്കണം. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് LLB പഠിച്ചുകൂടാ. അപ്പോൾ LLB പഠിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ സിവിൽ സർവീസും ചെയ്യാം. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ പ്രൊഫഷണൽ കോഴ്സ്. അങ്ങനെയാണ് ലോയിലോട്ട് തിരിഞ്ഞത്. +2 കഴിയുമ്പോൾ ഒരു ലോ എന്നുള്ള ഒരു പ്രൊഫഷനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഗ്രാജുവലി ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആവുകയും പിന്നീട് അങ്ങ് പാഷൻ കയറി ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്റ്റഡി ചെയ്തു. സപ്ലീസ് ഒന്നുമില്ലാതെ ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായി. നാട്ടിലെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ അന്നൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് നഴ്സസ്, ഹെൽത്ത് പ്രൊഫഷനുള്ളവരൊക്കെ വിദേശത്തേക്ക് പോകുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും ചിന്തിച്ചു ഐ വുഡൻ്റ് ആയി. ദെൻ അങ്ങനെ IELTS എഴുതിയ സ്റ്റുഡൻറ്റ് വിസയിൽ ഓസ്ട്രേലിയ വന്നു. കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ അല്ലാതെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗവൺമെൻറ്റിൽ കയറാം, പ്രൈവറ്റ് ലോ ഫേംസിൽ കയറാം, കോർപ്പറേറ്റ് ലോ ഫേംസിൽ കയറാം. നമുക്കിപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ല സാലറിയിൽ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ മാത്രം ജോലി ചെയ്താൽ മതി. ഇപ്പം എൻ്റെ ഒരു ജോലി ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ 24/7 ഞാൻ ജോലിയിലാണ്. കാരണം ക്ലയൻസ് എപ്പോഴും വിളിക്കാം. അപ്പം വളരെ തിരക്കുള്ള ഒരു ജീവിതമാണ്. നമുക്ക് ഫാമിലി ഫോർ എക്സാമ്പിൾ ദാറ്റ് വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ സ്വന്തമായിട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇവിടെ പ്രൊമോട്ട് ചെയ്യില്ല. നാട്ടിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. Is that answer my question? ഏതൊക്കെ ഏരിയാസിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ മെയിനായിട്ട് ക്രിമിനൽ, ഫാമിലി, ഡൊമസ്റ്റിക് വയലൻസ് ഈ ഏരിയസാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഫാമിൽ നമ്മൾ എല്ലാ ലോസും, ഫോർ എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ ലോ ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്, വിൽസ് ആൻഡ് എസ്റ്റേറ്റ് ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൺവെയൻസിങ്, വീട് വാങ്ങുക വിൽക്കുക, അങ്ങനത്തെ റെസിഡൻഷ്യൽ ബൈയിങ് സെല്ലിങ്, പിന്നെ കൊമേഴ്ഷ്യൽ ബൈയിങ് സെല്ലിങ്, ഇതൊക്കെ ചെയ്യാൻ വേറെ ലോയേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ബേസിക്കലി എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ, ഫാമിലി, DV ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കുറച്ച് ലോയേഴ്സ് ഒരു ബ്ലോണ്ട് വിഗ് വെച്ച് നടക്കുന്നത് കണ്ടു. അവർ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ലോയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആണോ? ബാരിസ്റ്റേഴ്സ്. അവർ ബാരിസ്റ്റേഴ്സാണ്. ഇപ്പോൾ ഞങ്ങൾ സോളിസിറ്റേഴ്സാണ്, അവർ ബാരിസ്റ്റേഴ്സാണ്. വ്യത്യാസം എന്താ, രണ്ടും ലോയറിൻ്റെ കീഴിൽ വരുന്നതാണ്, ആ ഒരു പൊസിഷൻ്റെ കീഴിൽ വരുന്നതാണ്. ബാരിസ്റ്റേഴ്സ് കൂടുതൽ അഡ്വക്കസി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതലും കോംപ്ലിക്കേറ്റഡ് ഉള്ള കേസുകളിൽ ഞങ്ങൾ ബാരിസ്റ്റേഴ്സിനെ എൻഗേജ് ചെയ്യും. സോളിസിറ്റേഴ്സ് ബാരിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ബ്രീഫ് ചെയ്യും. അവരാണ് കോടതിയിൽ അഡ്വക്കസി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്രോസ് എക്സാമിനേഷൻ, വാദം പറയൽ, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, സാക്ഷികളെ വിസ്തരിക്കുന്നതൊക്കെ ബാരിസ്റ്റേഴ്സാണ്. അവരാണ് നോർമലി ഈ വിഗ് വെച്ച് വരുന്നത്. അതാവണമെന്നുണ്ടെങ്കിൽ നമ്മളിനി ഒരു എക്സാം ചെയ്യണം, എക്സാം എഴുതണം, ബാർ എക്സാം എഴുതണം. അതിന് ശേഷം അതാവാൻ പറ്റുള്ളൂ. എനിക്ക് ആ വിഗ് വെക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് ആവാത്തത്. ഇത് ഏത് കോടതിയാണ് സർ? നമ്മുടെ പുറകെ കാണുന്നതാണ് ക്യൂൻസ്ലാൻഡ് സുപ്രീം കോർട്ട് ഓഫ് ക്യൂൻസ്ലാൻഡ്. ഇതുപോലെ തന്നെ ന്യൂ സൗത്ത് വെയിൽസിലെ സുപ്രീം കോർട്ട് ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് ഉണ്ട്, വിക്ടോറിയയിൽ സുപ്രീം കോർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലും എന്താ സുപ്രീം കോർട്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ
എല്ലാ സ്റ്റേറ്റിലും ഹൈക്കോർട്ടുണ്ട്, പക്ഷേ ഒരു സുപ്രീം കോർട്ടുള്ളൂ, അത് ഡൽഹിയിലാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും സുപ്രീം കോർട്ടുണ്ട്, പക്ഷേ ഒരു ഹൈക്കോർട്ടുള്ളൂ, അത് ക്യാൻബറയിലാണ്. അതാണൊരു മേജർ ഡിഫറൻസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹൈക്കോർട്ടാണ് സുപ്രീം കോർട്ടിനേക്കാൾ ഇവിടെ വലുത്? യെസ്, ഹൈക്കോർട്ടാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള കോർട്ട്. സുപ്രീം കോടതി എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഇത് ബാക്കി കാണുന്ന സുപ്രീം കോടതി, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, ഇത് രണ്ടും കൂടെ കൂടിയ ഒരു കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് മജിസ്ട്രേറ്റ് കോർട്ട്, പിന്നെ ഈ റോഡിൻ്റെ അക്രോസ് ആണ് ഫെഡറൽ കോർട്ട്. അതായത് ഈ മൈഗ്രേഷൻ മാറ്റേഴ്സ്, ഫാമിലി മാറ്റേഴ്സ്, ഇതെല്ലാം ഫെഡറൽ കോർട്ടാണ് നടക്കുന്നത്. ഫാമിലി മാറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നാട്ടിലെയും ഇവിടെയുമായിട്ടുള്ള എസ്പെഷ്യലി ഈ ഡിവോഴ്സ് ഏരിയാസിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ഒരു വ്യത്യാസത്തിനെ കുറിച്ചൊന്ന് പറയാമോ? നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ നമ്മളത് ഒരുപാട് ലെങ്തി പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അത് കണ്ടസ്റ്റ് ചെയ്യാം. അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ എനിക്കത് കണ്ടസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലായ്പ്പോഴും അല്ല, പക്ഷേ ഭൂരിഭാഗം സമയത്തും കണ്ടസ്റ്റ് ചെയ്ത് ഹിയറിങ്ങിലൂടെയാണ് നമുക്കത് വാദം പറഞ്ഞ് വേണം ഡിവോഴ്സ് മേടിക്കാൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫോൾട്ട് ഡിവോഴ്സ് സിസ്റ്റമാണ്. അതായത് ഒരു പാർട്ടിക്ക് മറ്റൊരാളോട് ജീവിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ഗ്രാൻഡ് ആക്കിയേ പറ്റുള്ളൂ. ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 12 മാസം അവർ സെപ്പറേറ്റഡ് ആയിരിക്കണം. ഓസ്ട്രേലിയ പെർമനൻറ്റ് ഹോമായിട്ട് അവർ കൺസിഡർ ചെയ്യണം. അങ്ങനെ കുറച്ച് ഞാൻ ലീഗൽ അഡ്വൈസിലോട്ട് പോകുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഡിഫോൾട്ട് ഡിവോഴ്സ് സിസ്റ്റമാണ്. ഒരാൾക്ക് ഡിവോഴ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കുറച്ചും കൂടെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ അൾട്ടിമേറ്റ്ലി അയാൾക്ക് ഡിവോഴ്സ് കിട്ടും. സാർ, ഇപ്പോൾ ക്രിമിനൽ ലോസിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇമിഗ്രൻസ് ആണ്. എന്തെങ്കിലും ഒരു അറിഞ്ഞോ അറിയാതെയോ ഒരു പോലീസ് കേസ് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ഡീൽ ചെയ്യേണ്ടത്? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്. പോലീസ് ഒരു ക്രിമിനൽ കേസ് നടന്നു കഴിഞ്ഞാൽ പോലീസ് ചോദ്യങ്ങൾ ചോദിക്കാം, അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല ഇടി തരും. അപ്പോൾ നമ്മൾ സത്യം പറയും. സത്യം അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ പറയും. പക്ഷെ നമുക്കത് കോടതിയിൽ പോയിട്ട് നമുക്ക് മാറ്റി പറയാം. കാരണം പോലീസിന് കൊടുക്കുന്ന മൊഴി കോടതിയിൽ മാറ്റി പറയുന്നതുകൊണ്ട് നാട്ടിൽ കുഴപ്പമില്ല. നമുക്ക് കോടതി കൊടുക്കുന്ന മൊഴിയെ എവിഡൻസ് ആയിട്ട് എടുക്കുള്ളൂ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് നിങ്ങൾ ഇടിക്കില്ല. ഒന്നാമത്തെ കാര്യം, അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും അവർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് എല്ലാ സത്യവും പറയാമെന്ന് ഓർക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോന്നും നമുക്കെതിരെയുള്ള ചാർജായിട്ട് അവർ എവിഡൻസ് ആയിട്ട് അവരെടുക്കും. അത് നമുക്കെതിരെ ചാർജായിട്ടും വരും. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരോ അഡ്രസ്സോ മാത്രം കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു ഡീറ്റെയിൽസും കൊടുക്കേണ്ട. അവർ നിങ്ങളോട് ചോദിക്കും ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇൻ്റർവ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. യു ക്യാൻ സേ നോ ആൻഡ് യു ക്യാൻ ഓൾവേസ് ആസ്ക് ഫോർ എ ലോയർ. ബിക്കോസ് ലോയറിൻ്റെ മുമ്പിലോ ലോയറിൻ്റെ കൂടെ ഇരുന്ന് മാത്രമേ നമ്മളെപ്പോഴും പോലീസിന് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാവുള്ളൂ. അറിയാതെ പോലും നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്കെതിരായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യാൻ പറ്റും. അതിന് സെൽഫ് ഇൻക്രിമിനേറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരോട് തന്നെ ചോദിക്കാം, എനിക്ക് ഒരു ലോയർ വേണമെന്ന് പറയാം. അവർ ലീഗൽ എയ്ഡിൽ നിന്ന് ലോയറെ തരും. അതല്ല നിങ്ങൾക്ക് പ്രൈവറ്റ് ലോയേഴ്സിനെ അറിയാമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലോയേഴ്സിനെ വിളിക്കാം. അവരുടെ പ്രസൻസിൽ മാത്രം ഉത്തരങ്ങൾ പറയാം. നാട്ടിലെ കോർട്ട് സിസ്റ്റം കുറച്ചും കൂടി ഡിലേ ആണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കോർട്ട് സിസ്റ്റം? അതെ, ഇവിടെയും ഡിലേ ഉണ്ട്. നാട്ടിലത്തെ പോലെ തന്നെ ഡിലേ ഉണ്ട്. ചില മാറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഫാമിലി മാറ്റേഴ്സൊക്കെ ആണെങ്കിൽ വളരെ ഡിലേ ആണ്. നമുക്കൊരു ട്രയൽ ഡേറ്റ് കിട്ടാൻ തന്നെ, ട്രയൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഹിയറിംഗ് ഡേറ്റ് കിട്ടാൻ തന്നെ ഒരു 12 monthsന് മുകളിൽ ചിലപ്പോൾ പിടിക്കും. അതുപോലെ തന്നെ എല്ലാ മാറ്റേഴ്സും ഡിലേ ഉണ്ട്. നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നാട്ടിലാണ് ഡിലേ കൂടുതലെന്നോ ഓസ്ട്രേലിയ എല്ലാം ഫാസ്റ്റ് ആണെന്നോ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡിലേ എല്ലായിടത്തും ഉണ്ട്. സാർ കൂടുതലും ഓഫീസിലായിരിക്കുമോ അതോ കോർട്ടിലായിരിക്കുമോ? ഡിപ്പെൻഡിങ് നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ചായിരിക്കും. അതായത് ഇപ്പം ഞാൻ ഫാമിലി ക്രൈംസ് അങ്ങനത്തെ ഏരിയാസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആഴ്ച ഒരു 3 ദിവസം കോർട്ടിൽ കാണും. കാരണം കോർട്ടിൽ നമുക്ക് അഡ്വക്കേസി ഉണ്ടാവും. അപ്പോൾ കോർട്ട് അപ്പിയറൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോർട്ടിൽ വന്നേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പം ഓൺ ദി അതർ ഹാൻഡ് ഈ കൺവെയൻസിങ്ങോ കൊമേഴ്ഷ്യലോ ചെയ്യുന്നവർക്ക് കോർട്ടിൽ അങ്ങനെ ഡെയിലി വരേണ്ട കാര്യമില്ല. അവർക്ക് കൂടുതൽ ഓഫീസ് വർക്ക്, ഡെസ്ക് ജോബാണ്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോർട്ടാണ്. കാരണം ഞാൻ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇവിടുത്തെ കോർട്ട് സിസ്റ്റം നാട്ടിലത്തെ കോടതിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓൾമോസ്റ്റ് സിമിലറാണ്. നമ്മൾ ഈ സാക്ഷി വിസ്താരവും ഇതുപോലെ വാദം പറച്ചിലെല്ലാം ഇവിടെയും സിമിലറാണ്. പിന്നെ ഐ ബിലീവ് അഡ്വക്കസി ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്രൊഫഷൻ. ബിക്കോസ് നമ്മൾ കോർട്ടിൽ പോയി നമ്മൾ വാദം പറയുമ്പോഴും ആ ഒരു സാക്ഷി വിസ്താരം ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് റിയൽ അഡ്വക്കസി നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, പ്രൊഫഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഞാൻ മിക്കവാറും കോർട്ടിലുണ്ടാവും. എൻ്റെ കൂടെയുള്ള ബാക്കി സ്റ്റാഫുകൾ ഓഫീസിലുണ്ടാവും. അങ്ങനെ പോകുന്നു.
ഓക്കെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലോയർ എന്നൊരു പ്രൊഫഷനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സാറിനൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ഷുവർ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരോട് പറയാനുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, പുതിയ ചേഞ്ചസിനെ കുറിച്ച് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. പിന്നെ ഇപ്പോൾ AI വന്നു. AI വരവോടുകൂടി കുറേയൊക്കെ ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ എക്സ്പാൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നാട്ടിൽ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. അവിടെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൂടുതൽ നോളജ് നമുക്ക് പണ്ടൊക്കെ ബുക്ക് നോക്കിയായിരുന്നു നമ്മളൊക്കെ കേസൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് അതിനുള്ള ലീഗൽ പ്രാക്ടീസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ ഗൂഗിളിൽ ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാബേസ് ഉണ്ട് നമുക്ക് കേസ് ലോ റിസർച്ചിനും മറ്റു കാര്യത്തിനും. അപ്പോൾ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ചലഞ്ചസ് എന്നും ഉണ്ടാവും, ഗിവ് അപ്പ് ചെയ്യരുത്. അതാണ് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ ജോയിനിങ് us with us. So we will see you on next episode. Thank you. Thank you for having me today. Thank you so much sir. Thank you for joining us with us. Thank you for having me today. Thank you. ആയുർവേദം എന്ന പദം ആദ്യമായി കാണുന്നത് സംഹിതകളിലാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച ശാസ്ത്രം. ഇന്ന് പഞ്ചകർമ്മ ആയുരാരോഗ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ബർദുബായ് പഞ്ചകർമ്മ ആയുരാരോഗ്യ സെന്ററിലെ ഡോക്ടർ ദിൽറുബ എറുകാട്ടിൽ. ഏവർക്കും സ്വാഗതം. ആയുർവേദ ചികിത്സാ രീതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചകർമ്മ ചികിത്സ. സാധാരണയായി ചികിത്സ 2 തരത്തിലാണ് ആയുർവേദത്തിൽ പറയുന്നത്: ശമന ചികിത്സ, ശോധന ചികിത്സ. പഞ്ചകർമ്മ എന്നതുകൊണ്ട് ശോധന ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലെൻസിങ്, ഡീടോക്സ്, ഇൻറ്റേർണൽ ക്ലീനിങ്, ഇതെല്ലാമാണ് പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 പ്രൊസീജിയേഴ്സാണ് പഞ്ചകർമ്മയിലുള്ളത്: വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം. ഇങ്ങനെ 5 ക്രിയകൾ വഴി നമ്മൾ വാതപിത്ത കഫദോഷങ്ങളുടെ സമാനത, അതായത് സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നത്. വമനം പഞ്ചകർമ്മത്തിലെ ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ്. അതായത് കഫദോഷ പ്രധാന അവസ്ഥകളിലാണ് നമ്മൾ കൂടുതലായി വമനം ചെയ്യുക. അതിന് കുറച്ച് ഡിസീസസ് ഉണ്ട്. ചില ഡിസീസുകൾ നോക്കിയിട്ട് നമ്മൾ വമനം ചെയ്യും. അതായത് നമ്മളിപ്പം പ്രീ പ്രൊസീജിയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹപാനം. അതായത് ഒരു ചെറിയ അളവിൽ ഘൃതം കൊടുക്കും, മെഡിക്കേറ്റഡ് ഗീ രോഗിക്ക് കൊടുത്ത് രോഗിയുടെ ബോഡീനെ ഇൻറ്റേർണലി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെയിൻ പ്രൊസീജിയർ വമനത്തിലോട്ട് കിടക്കുക. വമനം ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ രോഗിയെ സ്നേഹനം, സ്വേദനം എന്നീ പ്രൊസീജിയേഴ്സ് കൂടി ചെയ്യും. അതായത് അഭ്യംഗം, സ്വേദം, ഈ 2 പ്രൊസീജിയേഴ്സും ചെയ്ത് രോഗീനെ ശാരീരികമായും ഉള്ളിലും നമ്മൾ സ്നേഹപാനം ചെയ്തതിന് ശേഷമാണ് വമനം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. സാധാരണയായി വമനം അല്ലെങ്കിൽ എമിസിസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് നമ്മൾ ചെയ്യുക കഫകാലത്തിലാണ്. അതായത് രാവിലെ 6 to 9 ഈ ടൈം പീരീഡിൽ നമ്മൾ കഫോൽക്ലേശ ഭക്ഷണങ്ങളൊക്കെ രോഗിക്ക് തലേ ദിവസം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ടൈമിൽ നമ്മൾ രോഗിക്ക് യുക്തമായ ഒരു വമനൌഷധം നൽകിയിട്ടാണ് വമിപ്പിക്കുക. അതായത് നോർമലി പാലിലോ അല്ലെങ്കിൽ ഇരട്ടി മധുര കഷായോ ഉപയോഗിച്ചാണ് നമ്മൾ വമനം കൊടുക്കുക. അത് വമനം പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം പശ്ചാത്കർമ്മങ്ങളുണ്ട്. അതായത് ധൂമപാനം, അത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ നമ്മൾ ഡയറക്റ്റ്ലി നോർമൽ ഫുഡ്സ് ഒന്നും കൊടുക്കില്ല. ആദ്യം കഞ്ഞിവെള്ളം, കഞ്ഞി, ചോറ്, അങ്ങനെ രോഗിയുടെ ബലം അനുസരിച്ചും അഗ്നിദീപ്തി അനുസരിച്ചുമാണ് നമ്മൾ ഭക്ഷണങ്ങൾ വമനം പ്രൊസീജിയറിന് ശേഷം രോഗിക്ക് കൊടുക്കുക. അതിനാണ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പശ്ചാത്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ വമനം ചെയ്യുക ക്രോണിക് ആസ്മ, ക്രോണിക് മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ഡിസീസസ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക്, പിന്നെ PCOD, ഇൻഫെർട്ടിലിറ്റി, ഒബേസിറ്റി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, പിന്നെ സ്കിൻ ഡിസീസസ് ലൈക്ക് സോറിയാസിസ്, എക്സിമ, ഈ ഒക്കെ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ നോർമലി വമനം കൊടുക്കുന്നതും വമനത്തിന് നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള കണ്ടീഷൻസാണ് ഇതെല്ലാം. രണ്ടാമത്തെ പ്രധാന പഞ്ചകർമ്മ ചികിത്സയാണ് വിരേചനം. വിരേചനം എന്നാൽ നമ്മൾ പെർഗേഷൻ അല്ലെങ്കിൽ നമ്മൾ രോഗിയെ വയറിളക്കി കളയുന്ന ഒരു ചികിത്സയാണ്. അത് മുമ്പത്തെ വമനത്തിന് പറഞ്ഞ പോലെ തന്നെ അതിനും പൂർവ്വകർമ്മങ്ങളുണ്ട്. പ്രധാന കർമ്മമാണ് വിരേചനം, പിന്നെ പശ്ചാത്കർമ്മങ്ങളും അത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വിരേചനം പ്രൊസീജിയേഴ്സ് ചെയ്യുക. കൂടുതലായുള്ള പിത്തദോഷ പ്രിഡോമിനൻറ്റ് കണ്ടീഷനുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് വിരേചനത്തിന് കൂടുതൽ ഇഫക്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് പിത്തപ്രധാന ഡിസീസസ് എന്ന് പറഞ്ഞാൽ ആസിഡ് പെപ്റ്റിക് ഡിസോർഡേഴ്സ്,
നമ്മൾ ഡൈജഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ്. പിന്നെ വിരേചനത്തിന് നമ്മൾ നോർമലി രോഗിയുടെ അവസ്ഥ, രോഗാവസ്ഥ ഇതെല്ലാം അനുസരിച്ച് ഐദർ ചൂർണം അല്ലെങ്കിൽ ഒരു ആവണക്കെണ്ണ പോലെ എന്തെങ്കിലും ഒരു എണ്ണ, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്, അല്ലെങ്കിൽ ത്രിഫല, ഇങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചാണ് വിരേചനം പ്രൊസീജിയർ ചെയ്യുക. അത് വയറിളക്കി കഴിഞ്ഞതിന് ശേഷം രോഗിക്ക് നമ്മൾ പേയാതിക്രമങ്ങൾ കൊടുക്കും, അതായത് ഭക്ഷണ രീതികൾ രോഗിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുക. സ്കിൻ ഡിസോർഡേഴ്സ് ലൈക്ക് പിമ്പിൾസ്, പിന്നെ ഒബേസിറ്റി, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, പിന്നെ വിട്ടുമാറാത്ത വ്രണങ്ങൾ, ഇതിലൊക്കെ വിരേചനം ചെയ്ത് നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടാറുണ്ട്. തേർഡ് പ്രൊസീജിയറാണ് വസ്തി. വസ്തി ആയുർവേദത്തിൽ അർദ്ധ ചികിത്സ എന്നാണ് പറയുന്നത്. അതായത് വസ്തി മേക്സ് ഹാഫ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. അത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് വസ്തി ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയും. അതായത് അർദ്ധ ചികിത്സ എന്നതുകൊണ്ട് തന്നെ വസ്തി അർദ്ധ ചികിത്സ എന്ന ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ ആ വസ്തിയുടെ ഇമ്പോർട്ടൻസ് ആണ് അത് കാണിക്കുന്നത്. വസ്തി 2 രീതികളിലാണ് നമ്മൾ ചെയ്യുക. മാത്രാവസ്തി, കഷായവസ്തി. മാത്രാവസ്തി എന്ന് പറഞ്ഞാൽ സ്നേഹവസ്തി, അതായത് നമ്മൾ ചെറിയ ഡോസിൽ കൊടുക്കുന്ന വസ്തി. അതായത് അത് നമ്മൾ ഇൻറ്റസ്റ്റൈൻസിന് കഷായവസ്തിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാത്രാവസ്തി മാത്രമായിട്ട് നമ്മൾ ചില രോഗാവസ്ഥകളിൽ ചെയ്യും. കഷായവസ്തിയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. വാദപ്രധാന കണ്ടീഷൻസിലാണ് നമ്മൾ നോർമലി കഷായവസ്തി കൊടുക്കുക. അത് രോഗിയുടെ അവസ്ഥ, രോഗാവസ്ഥ ഇതെല്ലാം അനുസരിച്ച് മാതുതൈലിക വസ്തി ആയിട്ട് കൊടുക്കും, ചിലപ്പോൾ രൂക്ഷവസ്തി ആയിട്ട് നൽകും, അല്ലെങ്കിൽ ക്ഷീരവസ്തി ആയിട്ട് നൽകും. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ചും രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചുമാണ് നമ്മൾ കഷായവസ്തി ചെയ്യുക. ഈ കഷായവസ്തി ചെയ്യുന്നതിന് നമുക്ക് പ്രീ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സ്നേഹനം, സ്വേദനം, അതായത് അഭ്യംഗം, സ്വേദമൊക്കെ രോഗിക്ക് കൊടുത്ത് രോഗിയെ ഒന്ന് കംഫർട്ടബിളാക്കി കിടത്തിയതിന് ശേഷമാണ് കഷായവസ്തി പ്രൊസീജിയർ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പശ്ചാത്കർമ്മങ്ങളുണ്ട്. അതായത് രോഗിയുടെ ഭക്ഷണം രീതികളിൽ നമ്മൾ രോഗീനെ കറക്റ്റ് അഡ്വൈസ് ചെയ്യും. അതനുസരിച്ചിട്ട് ഭക്ഷണ രീതികൾ കഴിപ്പിച്ചിട്ടാണ് രോഗീനെ പറഞ്ഞേക്കുക. നോർമലി സ്ലിപ്പ് ഡിസ്ക്, ഷയാറ്റിക്ക, അല്ലെങ്കിൽ ക്രോണിക് ബാക്ക് പെയിൻസ്, പാരാലിസിസ് അല്ലെങ്കിൽ പക്ഷാഘാതം, മോട്ടോർ ന്യൂറോൺ ഡിസീസുകളിൽ, പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്സുകളിൽ, ഇൻഫെർട്ടിലിറ്റി, പിന്നെ ഗൗട്ട്, ആർത്രൈറ്റിസ്, ഈ എല്ലാ കണ്ടീഷനിലും നമ്മൾ വസ്തി കൊടുത്തു കഴിഞ്ഞാൽ വസ്തിക്ക് നല്ലൊരു ഇഫക്റ്റാണ് ആയുർവേദത്തിൽ കാണുന്നത്. ഇതിൽ 4ാമത്തെ പ്രൊസീജിയറാണ് നസ്യം. ശിരശോധനത്തിനാണ് നമ്മൾ നോർമലി നസ്യം പ്രൊസീജിയർ ചെയ്യുക. ശിരോരോഗങ്ങളിൽ കൂടുതലായിട്ട് ക്രോണിക് സൈനസ് ഇഷ്യൂസ്, ക്രോണിക് ഹെഡ് ഏക്സിൽ, പിന്നെ ഫേഷ്യൽ പാരാലിസിസ്, ഊർജ്ജചത്രുഗതമായിട്ടുള്ള എല്ലാവിധ വികാരങ്ങളിലും നമ്മൾ നസ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യും. രക്തമോക്ഷം അഥവാ ദുഷിച്ച രക്തം കുത്തിക്കളയുന്ന ചികിത്സയാണ് പഞ്ചകർമ്മ പ്രൊസീജിയറിൽ അവസാനമായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് അൾസേഴ്സിൽ, സ്കിൻ ഡിസീസസിൽ, പിന്നെ ഗൗട്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതിലൊക്കെയാണ് നമ്മൾ രക്തമോക്ഷം കൊടുക്കുക. ഈ എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും നമ്മൾ ദുബായിലുള്ള നമ്മൾ പഞ്ചകർമ്മ ആയുർവേദ സെൻറ്റർ, ദുബായ്, അൽനാദ 2 ബ്രാഞ്ചിലും നമ്മൾ അതിൻ്റെ തനതായ രീതിയിൽ നാട്ടിൽ കൊടുക്കുന്ന അതേ എല്ലാ ചികിത്സകളും ഇവിടെ 2 ക്ലിനിക്സിലും ലഭ്യമാണ്. ശരീരശുദ്ധിക്കായി ആയുർവേദത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചകർമ്മയുടെ വമനം എന്ന ചികിത്സാവിധിയാണ് നമ്മളിന്ന് കണ്ടത്. ആയുരാരോഗ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ വാഗ്ദാനങ്ങളുമായി ഒരുപാട് പേര് വരും. ബട്ട് ഈ കാര്യത്തിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രം. റാഫേൽ സിൽവർ വിങ്സ്. ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ യാത്രയിലെ ഓരോ ഘട്ടത്തിലും OET മുതൽ CGFNS, IQN, OSCE, വിസ പ്രോസസ്സിംഗ് തുടങ്ങി അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി മൈൻഡ്രിയുടെ വളരെ ഡെഡിക്കേറ്റഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രൊമെട്രിക് എക്സാംസും ഡേറ്റ ഫ്ലോയും USA, കാനഡയ്ക്ക് വേണ്ടിയുള്ള NCLEX RN എക്സാംസും അതിൻ്റെ പേപ്പർ വർക്ക്സും UK CBT പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുവരെ 4000-ലധികം നഴ്സുമാരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ മൈൻഡ്രിയുടെ വിശ്വസ്തതയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിറവേറ്റാനായി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കൂടുതൽ ഇൻഫർമേഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് കണ്ടോ, റെഡ് നാഗപടത്തിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം റെഡ് നാഗപടം, പാലയ്ക്ക, അതിൻ്റെ തന്നെ ജിമുക്ക ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടോ. നല്ല ക്യൂട്ടായിട്ട് കൊട പോലെ നിൽക്കുന്ന ജിമുക്ക, അങ്ങനെ വന്നിരിക്കുന്ന പാറ്റേണാണ്. ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച ജിമുക്ക പോലെ തന്നെ ഇതുണ്ടോ, നമ്മൾക്ക് ഗ്രീൻ കളറിലും അതേപോലെ തന്നെയുള്ള ജിമുക്ക വരുന്നുണ്ട്. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഇനി ജിമുക്ക വരുന്നു അതേപോലെ തന്നെ. നേരത്തെ ഞാൻ കാണിച്ചത് സിമ്പിളായിട്ടുള്ള ഒരു കൊമ്പിൻ്റെ നെക്ലേസ് ആയിരുന്നു. ഇത് കണ്ടോ, ചോക്കറായിട്ട് ഇടാവുന്ന. ഇതിൽ സ്റ്റോൺസ് ഒന്നും വരുന്നില്ല. ഇതിൽ സ്റ്റോൺ വരുന്ന പാറ്റേണും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, നല്ല ക്വാളിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് റിയൽ ഗോൾഡിൽ ചെയ്യുന്ന അതേ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ്. ഇനി നമ്മൾക്ക് ബ്ലൂ കാണിച്ചില്ല എന്ന് പറയണ്ട. അപ്പോൾ അതേ ബ്ലൂ കളറിൽ വരുന്ന പാലയ്ക്ക, ഇതിനകത്ത് മാംഗോ ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഒരു മയിൽ പെൻഡൻറ്റ്, നമ്മുടെ യൂത്തിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പെൻഡൻ്റായിട്ട് പിന്നെ വേറൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന പാലയ്ക്ക വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട്, അത് ട്രെൻഡി ആയിട്ട് റെഡ് കളർ സ്റ്റോണും സൈഡിൽ വെച്ചിട്ട് വരുന്നതും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള കമ്മലുകളും കൂടി ഒന്ന് പരിചയപ്പെടാം. ഇത് കണ്ടോ, നമുക്ക് നാഗപടത്തിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് മോഡൽ വന്നിരിക്കുന്ന, ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന സ്റ്റഡ്സ് ഉണ്ട്. പിന്നെ ഇനി ഡബിൾ സൈഡ് വർക്ക് വന്നിട്ടുള്ള മാംഗോ ഷേപ്പിൽ വന്നിരിക്കുന്ന പന്ന വർക്കൊക്കെ ചെയ്തിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ നിറയെ കല്ലുകൾ വെച്ചിട്ടുള്ള പാലയ്ക്ക നാഗപടത്തിൻ്റെ ഒരു സ്റ്റഡാണ് ഇതിൽ കാണുന്നത്. പിന്നെ പാലക്കയുടെ തന്നെ കൊമ്പ് ഷേപ്പ് വരുന്നതുണ്ട്, പാലക്ക ഷേപ്പുണ്ട്. പിന്നെ അതിന് തന്നെ ചേരുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന നിറയെ കല്ലുകൾ വന്നിട്ടുള്ള ഒരു റിങ് ഉണ്ട്. പിന്നെ അല്പം ദേവി രൂപമൊക്കെ വെച്ചിട്ട് ട്രഡീഷണൽ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന നാഗപടം റിങ്. ഇനി തീർന്നിട്ടില്ല, നമുക്ക് കുറച്ച് ബാംഗിൾസും കൂടി ഒന്ന് പരിചയപ്പെടണ്ടേ. കണ്ടോ, ബാംഗിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ബാംഗിൾ എന്ന് പറയുമ്പോൾ കാശ് വെച്ചിട്ടുള്ള പാലക്കയുടെ വർക്ക് വരുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള നാഗപടത്തിൻ്റെ വർക്ക്. പിന്നെ ബ്ലൂ കളറിൽ തന്നെ നമുക്ക് വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഫിറോസി ബ്ലൂ വരുന്നുണ്ട്. ഇനി അല്പം കരിനീല കളർ എന്ന് പറയില്ലേ, ആ കളറിൽ വരുന്നുണ്ട്. ഇനി കരിനീല കളർ മാത്രമല്ല, ബ്ലാക്ക് പാലക്കയും വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് പാലക്കയിൽ പിന്നെ ഡബിൾ സൈഡുള്ള നാഗപടത്തിൽ തന്നെ ഇത് 4 സൈഡ് വരുന്ന രീതിയിൽ. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു കുറച്ച് വെറൈറ്റി മോഡൽ, മാംഗോ മോഡൽ. പിന്നെ ട്രഡീഷണൽ പാലക്ക, ഇതാണ് ട്രഡീഷണൽ പാലക്ക വരുന്നത്. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിനകത്ത്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്ന ഒക്കെ ഡിഫറെൻറ്റ് മോഡൽസാണ് വരുന്നത്. അതായത് കണ്ടില്ലേ, നാഗപടത്തിൻ്റെയൊക്കെ റെഡ് കളറിൽ വരുന്നു, കൊമ്പ് ഷേപ്പിൽ വരുന്നു. ഇനി അതെല്ലാ ഷേപ്പുകളും ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഓണത്തിനുള്ള നമ്മുടെ കോസ്റ്റ്യൂം എടുത്തു, എന്നാൽ ഇനി എന്താ പറയുക, ജ്വല്ലറി ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ വന്നോളൂ. പറക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് എത്തുക. ഇപ്പോൾ ഈ ഫോട്ടോസും ഇതേപോലുള്ള പുതിയ കളക്ഷൻസും എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള, എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലോ മറ്റ് ഏത് ഷോറൂമിലാണെങ്കിലും നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഒരു തവണയെങ്കിലും സന്ദർശിക്കുക, നമ്മളുടെ ഫിനിഷ് കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പറക്കാട്ട് ജുവൽസിൻ്റെ പുതിയ സ്പെഷ്യൽ അടിപൊളി വെറൈറ്റി പാലക്ക നാഗപടം കളക്ഷൻസ്? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ കളക്ഷൻസൊക്കെ നേരിട്ട് കാണുന്നതിനും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പർച്ചേസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് വരിക. കൂടാതെ നമ്മളുടെ പ്രൈസും മറ്റു കാര്യങ്ങളും എല്ലാം അറിയുന്നതിനും വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുക. കൂടുതൽ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട്ട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ. ഐക്കോണിക് ഇൻവെസ്റ്റിംഗ്. ഉയർന്ന വിജയശതമാനവും ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കി കൊല്ലം ജില്ലാ അതിർത്തിയായ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ കോഴ്സുകളിലായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ട്രെയിനിംഗ്, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ BSc BBA കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം. ഏറെ ജോലി സാധ്യതയുള്ള BSc ഫോറൻസിക് സയൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc കാർഡിയാക് ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc Radiography and Imaging Technology, BSc Operation Theatre and Anesthesia Technology, BSc Optometry, BSc Medical Lab Technology, BSc Nursing അഡ്മിഷൻ നേടാം. ഉടൻ വിളിക്കൂ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെങ്കോട്ട, തമിഴ്നാടു. ഫോൺ 04633233222. മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളെ പോലെ വെറും സ്റ്റഡി അബ്രോഡ് മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് അവിടെ ആവശ്യമായ ജോബ് റിക്രൂട്ടിംഗും ലീഗൽ സപ്പോർട്ടിംഗും സിൽവർ വിങ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. സോ ഫ്ലൈ വിത്ത് റാഫേൽ സിൽവർ വിങ്സ് ആൻഡ് ഫുൾഫിൽ യുവർ ഡ്രീംസ്. ഹാപ്പി ലാൻഡിന്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള അമ്യൂസ്മെൻറ്റ് എന്താണ് എന്നറിയണമെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വരിക. ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കൂടെ ഒരുപാട് ചിരിക്കാം, കളിക്കാം, ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം. ഇവിടെ വന്നവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ? ഞങ്ങൾ വലിയതുറ. ഒരു ഫാമിലിയാണോ? അതെ അതെ. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജോസഫ്. എൻ്റെ പേര് ഷെമിനി. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു 11th. എൻ്റെ പേര് രമ്യ. എൻ്റെ പേര് ശിൽഫ. എൻ്റെ പേര് മിനി. എൻ്റെ പേര് ആദേശ്. ഷിബു. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു ഫാമിലിയാണ്. ഐ ലവ് ഗോവ. ഓക്കെ, ഐ ലവ് ഗോവ ഇട്ടോണ്ട് ഹാപ്പി ലാൻഡിൽ. അടിപൊളി. വന്നതേ ഉള്ളൂ ഇപ്പോൾ. ഒറ്റ ട്രിപ്പാണ് അപ്പോൾ അല്ലേ? ഒരു അടിച്ചുപൊളി ടീമാണ്. ഗോവ ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ അടുത്ത ട്രിപ്പായി അല്ലേ? ഇനി അടുത്ത എങ്ങോട്ടാ? ഇനി അടുത്ത കന്യാകുമാരിക്ക് പോകണമെന്നുണ്ട്. കന്യാകുമാരി വമ്പൻ ട്രിപ്പാണല്ലോ. എത്ര ദിവസം പരിപാടിയാ? ഇതിപ്പോ വന്ന 1 മാസത്തോളം ആയി ഇങ്ങനെ ട്രിപ്പ് തുടങ്ങിയിട്ട് തന്നെ. ഓ, സൂപ്പർ സൂപ്പർ. നിങ്ങൾ ഒരു ഫാമിലിയാണോ? അതെ അതെ. എങ്ങനെയാ ഒന്ന് പരിചയപ്പെടുത്തു ബന്ധം? എൻ്റെ വൈഫ് ഇത് രമ്യ, എൻ്റെ മോള്. ഓക്കെ, അടിപൊളി. ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഞങ്ങൾ 4ാമത്തെ തവണ ഞാൻ വരുന്നത്. ഓ, അടിപൊളി. 4th ടൈം ആദ്യമായിട്ടാണല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഏതിലൊക്കെ പോയി? എല്ലാത്തിലും. വെള്ളത്തിലാണ് ആദ്യമേ ഇവര് വന്നേക്കുന്നത്. ലാൻഡിൽ പോയി, ലാൻഡ് റൈഡ്സിലും ഒക്കെ പോയി. ഏതാ ഇതുവരെ ഇഷ്ടപ്പെട്ടത്? എല്ലാം കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഏതൊക്കെ ഇഷ്ടപ്പെട്ടെ? എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു അല്ലേ? അടിപൊളി. അപ്പൊ 4 തവണ വന്നിരിക്കുകയാണ്. ഓരോ തവണ എന്തെങ്കിലും മാറ്റം? അതെ, ഞങ്ങൾ ഇപ്രാവശ്യം ഞാൻ ഒരു 2 ആഴ്ചക്കാണ് ഇപ്പൊ അടുപ്പിച്ച് വരുന്നത്. നല്ല മാറ്റമുണ്ട്. മുമ്പ് വന്നതിനേക്കാളും നല്ല മാറ്റമുണ്ട്. ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് കയറാനൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരട്ടെ? സന്തോഷത്തോടെ. ചുമ്മാ കിട്ടുമോ ഗിഫ്റ്റ്? ഇല്ലല്ലോ. ഗിഫ്റ്റ് തരുന്ന വെച്ചപ്പോ ആന്ന്. അപ്പൊ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? കുസൃതി ചോദ്യം. ഓക്കെ, നിങ്ങൾ ഏതിലൊക്കെയാ ട്രാവൽ ചെയ്തിട്ടുള്ളത്? ട്രെയിന്, ഫ്ലൈറ്റ്, പിന്നെ ഓൾമോസ്റ്റ് ട്രെയിന്, കാറ്, ബസ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ബസ്. പിള്ളേര് പറയണം. യാത്ര ചെയ്യാൻ പറ്റാത്ത ബസ്. മിനി ബസ്സിൽ എന്തുണ്ട് യാത്ര ചെയ്തൂടാ? പിള്ളേര് പറ.
നിങ്ങൾ പഠിക്കുന്നതുമായിട്ട് സംബന്ധിച്ച ഒരു സാധനമാണ്. ഇത്ര പെട്ടെന്ന് ഫെയിൽ ആവാൻ പറ്റില്ല. ആലോചിക്കേ, ചുമ്മാ കറിയാണ് മാത്രം മതിയോ? പഠിക്കണം, പിള്ളേര് പറയണം. നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നേ? എന്ത് നോക്കിയാ പഠിക്കുന്നേ? ബുക്കിൽ എന്താ ഉണ്ടാവാ? ബുക്കില് എന്തൊക്കെ വരും, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എങ്ങനെ അറിയാം? ക്വസ്റ്റ്യനുണ്ട് ആൻസർ ഉണ്ട്. ചില ക്വസ്റ്റ്യൻ നമുക്ക് ബുക്കിൽ ഇല്ലാതെ വരൂലേ? അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഔട്ട് ഓഫ് സിലബസ്. ഔട്ട് ഓഫ് സിലബസ്. സിലബസ്. അപ്പൊ ഗിഫ്റ്റ് ആർക്ക്? എനിക്ക്. അവിടെ വരെ കൊണ്ട് ഞാൻ ഇങ്ങനെ അല്ലേ? അപ്പൊ ഗിഫ്റ്റ് അപ്പൊ ഗിഫ്റ്റ് തരാം. ഹാപ്പി ലാൻഡിന്റെ ടീഷർട്ട് ആണ്. ഓക്കെ, താങ്ക് യു. ബൈ. ഹാപ്പി ലാൻഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കുറെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സുകന്യ ജയറാം. ബൈ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Teresa's. This program is brought to you by Chixito. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വിങ്സ്.